അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൊസീജിയർ ഫോർ തെവനിൻസ് തിയറം ആണ്. തെവനിൻസ് തിയറത്തിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ തെവനിൻസ് തിയറത്തിൻ്റെ പ്രൊസീജിയർ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, ആ ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ലോഡ് റെസിസ്റ്റൻസിനെ നമ്മൾ റിമൂവ് ചെയ്തു. എന്നിട്ട് നമ്മൾ വി തെവനിൻ കണ്ടുപിടിച്ചു അല്ലേ, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിച്ചു അതിന് ക്രോസ് ആയിട്ടുള്ള. പിന്നെ എന്താണ്, ആ സർക്യൂട്ടിൻ്റെ മൊത്തത്തിലുള്ള ഈക്വലൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആർ തെവനിൻ കണ്ടുപിടിച്ചു. എന്നിട്ട് വി തെവനിനും ആർ തെവനിനും കൂടി നമ്മൾ സീരീസ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ഇക്വലൻ സർക്യൂട്ട് ഉണ്ടാക്കി അല്ലേ, ഒപ്റ്റേൻ തെവനിൻ ഇക്വലൻ സർക്യൂട്ട്. അതിനുശേഷം നമ്മൾ ലോഡ് റിമൂവ് ചെയ്ത ആ ലോഡ് റെസിസ്റ്റൻസിനെ തിരിച്ച് കണക്ട് ചെയ്യും. എന്നിട്ട് ആ ലോഡ് റെസിസ്റ്റൻസിനകത്തോടുള്ള കറണ്ട് കണ്ടുപിടിക്കും. അപ്പോൾ ഇതാണ് തെവനിൻസ് തിയറത്തിൻ്റെ പ്രൊസീജിയർ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അവസാനം ആ ഇക്വലൻ സർക്യൂട്ടും കൂടി വരച്ച് വെച്ചാൽ മതി. ഇക്വലൻ സർക്യൂട്ട് അറിയാമല്ലോ. ഇക്വലൻ സർക്യൂട്ട് എന്ന് പറയുന്നത് വേണ്ടേ, ഇതാണ് ഇക്വലൻ സർക്യൂട്ട്. ഓക്കെ, എന്താണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഒരെണ്ണം ചെയ്ത് നോക്കിയായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ്ട് ഇതാണ് ഒരു എ ബി എന്ന് പറഞ്ഞിട്ട് ഒരു സർക്യൂട്ട് ഇതായിരുന്നു തന്നിരുന്നത്. ചിലപ്പോൾ എന്താ ഈ എ ബിക്ക് അക്രോസ് ആയിട്ട് റെസിസ്റ്റൻസ് കൂടി തരും. അപ്പോൾ അതിന് അക്രോസ് ആയിട്ടുള്ള തെവനിൻസ് ഇക്വലൻ സർക്യൂട്ടാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ആദ്യം അതിനെ റിമൂവ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇക്വലൻ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. പിന്നെ എന്ത് ചെയ്തു, വി തെവനിൻ കണ്ടുപിടിച്ചു അല്ലേ, തെവനിൻസ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതേപോലെ ഒരു സീരീസ് സർക്യൂട്ട് ഫോം ചെയ്തു. അതാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ നോർട്ടൺസ് തിയറത്തിൻ്റെ പ്രൊസീജിയർ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ എഴുതാൻ പോണേ, നോർട്ടൺ സർക്യൂട്ട് നമ്മൾ ഇതേപോലെ ഒരു ഇക്വലൻ സർക്യൂട്ടാണ് അല്ലേ ചെയ്തിരുന്നത്, നോർട്ടൺ ഇക്വലൻ സർക്യൂട്ട്. അപ്പോൾ അതിനും സെയിം അതുപോലെ തന്നെ മറ്റടുത്ത് നമ്മൾ എന്ത് ചെയ്ത്, ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. എ ബി എന്ന് പറയുന്ന ടെർമിനൽ ഓപ്പൺ ചെയ്തു, റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ സർക്യൂട്ടാണ് കണ്ടുപിടിച്ചത്. ഇവിടെ ആണെങ്കിൽ ആ എ ബി എന്ന് പറയുന്ന റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഷോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിമൂവ് ദി ലോഡ് റെസിസ്റ്റൻസ്, ഷോർട്ട് സർക്യൂട്ട് ദ ടെർമിനൽസ് കണക്റ്റഡ് ടു ദി ലോഡ്, ഫൈൻഡ് ദി ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. മറ്റടുത്ത് ഓപ്പൺ സർക്യൂട്ട് ആയിരുന്നെങ്കിൽ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ്, തെവനിൻസിലാകുമ്പോൾ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. ഫൈൻഡ് ദി ഇക്വലൻ റെസിസ്റ്റൻസ്, രണ്ടിടത്തും റെസിസ്റ്റൻസ് ഇക്വലൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സെയിം മെത്തേഡ് തന്നെയാണ്. അവിടെ ആർ തെവനിൻ എന്ന് പറഞ്ഞു, ഇവിടെ ആർ നോർട്ടൺ എന്ന് പറഞ്ഞു, അതാണ് വ്യത്യാസം. ഒബ്റ്റെയിൻ ദ നോർട്ടൺസ് ഇക്വലൻ സർക്യൂട്ട്, റീകണക്ട് ദി ലോഡ് റെസിസ്റ്റൻസ്. അവിടെ റിമൂവ് ചെയ്ത ലോഡ് റെസിസ്റ്റൻസിന് ഇക്വലൻ റെസിസ്റ്റൻസ് ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ റീകണക്ട് ചെയ്യണം. എന്നിട്ട് അതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണോ കറണ്ട് ആണോ എന്താ കണ്ടുപിടിക്കുക എന്നുള്ളത് അതിനനുസരിച്ച് കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് ഈ പടവും കൂടി വരച്ചാൽ മതി, ഇക്വലൻ സർക്യൂട്ടിൻ്റെ പടവും കൂടി വരച്ച് വെച്ചാൽ മതി. അപ്പോൾ അത്രയാകുമ്പോൾ പ്രൊസീജിയറായി. 7 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പിന്നെ ചോദിക്കാം, ഈ തിയറംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്, എല്ലാ തിയറത്തിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റീവ് ലോഡ് വിൽ അബ്സോർബ് എന്നാണ് കേട്ടോ. അബ്സോർബ് മാക്സിമം പവർ ഫ്രം എ നെറ്റ്വർക്ക് when the load resistance is equal to the resistance of the network as viewed from the output terminals with all energy sources removed with their internal resistance. ഒന്നുമില്ല, എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു സർക്യൂട്ടിനകത്ത് മാക്സിമം പവർ എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ലോഡ് റെസിസ്റ്റൻസ് ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, അത് വെച്ചിട്ട് പറയാമേ. താണ്ടേ ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റൻസ് RL എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് റെസിസ്റ്റൻസ് 6 ohm തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മാക്സിമം ഈ നെറ്റ്വർക്കിൽ മാക്സിമം പവർ എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സോഴ്സുകളെയൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇതിനൊരു ഇക്വലൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമല്ലോ. ആർ തെവനിലൊക്കെ നമ്മൾ കണ്ടുപിടിച്ച പോലെ ആർ തെവനിൽ നമ്മളൊരു ഇക്വലൻ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചില്ലേ, അതേപോലെ ഈ സർക്യൂട്ടിനകത്ത് ഈ സോഴ്സുകളെല്ലാം റിമൂവ് ചെയ്തിട്ട് ഇക്വലൻ സർക്യൂട്ട് നമുക്ക് കിട്ടുമല്ലോ. ആ ഇക്വലൻ റെസിസ്റ്റൻസും ഈ ലോഡ് റെസിസ്റ്റൻസും ഈക്വൽ ആവുന്ന സമയത്ത് ആണ് മാക്സിമം പവർ ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നതെന്നാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞത്, നമ്മൾ എക്സ്റ്റേണലിൽ ഒരു ലോഡ് റെസിസ്റ്റൻസ് വെക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ലോഡ് റെസിസ്റ്റൻസും ഈ സർക്യൂട്ടിൻ്റെ ഇക്വലൻ റെസിസ്റ്റൻസും ഈക്വൽ ആവുന്ന സമയത്താണ് ഇതിനകത്തൂടെ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വലൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് സോഴ്സുകളെല്ലാം, അപ്പോൾ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അതിനെ ഷോർട്ട് ചെയ്യുക, കറണ്ട് സോഴ്സ് ആണെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി അതൊന്ന് വായിച്ച് നോക്കാം. റെസിസ്റ്റീവ് ലോഡ് വിൽ അബ്സോർബ് മാക്സിമം പവർ ഫ്രം എ നെറ്റ്വർക്ക് when the load resistance is equal to the resistance of the network as viewed from the output terminals
വിത്ത് ഓൾ ദി എനർജി സോഴ്സസ് റിമൂവ്ഡ് വിത്ത് ദെയർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പം എന്താണ്, വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ഷോർട്ട് ചെയ്യുന്നത്. കറണ്ട് സോഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പകരം എന്താ ഇങ്ങനെ എഴുതിയാൽ മതി, എനർജി സോഴ്സ് റിമൂവ് ചെയ്യുന്നു വിത്ത് ദെയർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.